പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, യേശുവിൻ്റെ പിറവി തിരുനാളിന് ഇനി ഒറ്റ ഒരാഴ്ച മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അടുത്ത ആഴ്ചയിൽ നമ്മൾ യേശുവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. ഈ ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മൾ വായിച്ചു കേട്ട ദൈവവചന ഭാഗം, വിശുദ്ധ കുർബാനയിൽ വായിച്ചു കേട്ട ദൈവവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനങ്ങളിൽ നമ്മൾ കണ്ടെത്തുന്നത് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുന്ന സക്കറിയ എലിസബത്ത് ദമ്പതിമാരെയാണ്. ഈ ക്രിസ്തുമസിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചു കേട്ട ദൈവവചന ഭാഗങ്ങളിൽ ദൈവഹിതത്തിന് പൂർണ്ണമായി അനുസരണം പ്രഖ്യാപിക്കുന്ന ജീവിതങ്ങളെ വചനം അവതരിപ്പിക്കുന്നുണ്ട്. ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കണ്ടെത്തുന്നത് സക്കറിയ എലിസബത്ത് ദമ്പതിമാരാണ്. സ്നാപകൻ്റെ ജനനത്തിന് ശേഷം എന്തു പേര് അവന് കൊടുക്കണം എന്നുള്ളതാണ് ചർച്ചാ വിഷയം. 60-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് വചനം പറയുന്നത്: എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവന് യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. കാരണം ഇതാണ്, യോഹന്നാൻ എന്ന പേര് കൊടുക്കണമെന്നത് ദൈവഹിതമാണെന്ന് ശിശുവിൻ്റെ അമ്മയായ എലിസബത്തിന് അറിയാമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവഹിതം തിരിച്ചറിഞ്ഞാൽ പിന്നെ അതിന് ഒരിക്കലും നമ്മൾ എതിര് നിൽക്കരുത്. എന്ത് വില കൊടുത്തും ദൈവഹിതത്തിന് വിധേയപ്പെടുക. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് പെയ്തിറങ്ങും. യേശുവിൻ്റെ ജനനം തന്നെ പിതാവിൻ്റെ ഹിതമായിരുന്നല്ലോ. അതിന് അനുസരണത്തോടെ വിധേയത്വം പറയുന്ന പരിശുദ്ധ അമ്മയും വിശുദ്ധ യേശുപിതാവും ഒക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലും നമുക്കിങ്ങനെയായിരിക്കണം. ദൈവഹിതം തിരിച്ചറിയുക. ആ ദൈവഹിതം തിരിച്ചറിഞ്ഞാൽ അതിനുവേണ്ടി എന്ത് വില കൊടുത്തും ത്യാഗമെടുത്തും അതിന് വിധേയപ്പെടുക. ഈ അനുഗ്രഹം നമുക്ക് ഈ ആഴ്ചയിൽ പ്രാർത്ഥിക്കാം. ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ, യേശുവിൻ്റെ പിറവി തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവഹിതം അറിയാനുള്ള അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ചോദിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ആഗ്രഹിക്കാം. ദൈവം അതിനുള്ള അനുഗ്രഹം നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബാംഗ്ലൂർ ജീവാലയ സെമിനാരിയിൽ നിന്നും വൈദികരുടെയും വൈദിക വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളെ പ്രത്യേകം ഓർമ്മിക്കുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.